ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ശ്രദ്ധിക്കുന്നു. ഏത് സമയത്തും നിന്റെ സന്നിധിയിലേക്ക് സമയകാലഭേദ വ്യത്യാസം എന്നെ കടന്നു വരുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് പകരുന്നതിനുമൊക്കെ കർത്താവേ, നീ ഞങ്ങൾക്ക് തരുന്ന വലിയ അവസരത്തിനും അവകാശത്തിനുമായിട്ടൊക്കെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്റെ സന്നിധിയെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ കർത്താവേ, നിന്റെ സന്നിധിയെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ പകർന്നപ്പോൾ ഹന്നായുടെ കലശല് പോലെ ഹൃദയത്തിന്റെ ഞരക്കം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ഒരു ദൈവമുള്ളതിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന കർത്താവേ, ചോദിച്ചതിനും നിനച്ചതിനും അത്യന്തപരമായി പോറ്റി പുലർത്തിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ശത്രു ജയിക്കുമെന്നും ശത്രു തകർത്ത് കളയുമെന്നും ചുറ്റും എന്നും പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ ഞങ്ങളെ ജയാളിയായി വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. എല്ലാത്തിനും നന്ദി കർത്താവേ, എല്ലാത്തിനും സ്തുതി കർത്താവേ. തകർന്നു പോകുവാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കർത്താവേ, എങ്കിലും അതിന്റെ നടുവിൽ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തിയ ഒരു ദൈവമുണ്ടല്ലോ. നന്ദി കർത്താവേ, എങ്ങനെ നന്ദി പറയാൻ കഴിയും കർത്താവേ? ഞങ്ങളുടെ നാവുകൾ പോലെ, ഞങ്ങളുടെ വാക്കുകൾ പോലെ, ഞങ്ങളുടെ ജീവിതം പോലെ കർത്താവേ, അതിന്റെ നടുവിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുന്നു. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഞങ്ങളെ തിരികെ ബലപ്പെടുത്തുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പകരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിൽ വേദനയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയും തലമുറകളെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുണ്ട്. വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജോലി, അവരുടെ ഭാവി, വിദേശത്തേക്ക് പോകുവാൻ, ജോലിക്കും മറ്റു പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുവാനായിട്ട് കാത്തു നിൽക്കുന്നവർ എല്ലാവരും ഉണ്ട് കർത്താവേ. ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട് കർത്താവേ, എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ. നിനക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ കർത്താവേ. നിന്നോടല്ലാതെ ആരോട് ഞങ്ങൾ ചോദിക്കും കർത്താവേ? നിന്റെ കർത്താവേ, നിന്റെ അമർത്തി കുടിക്കുക വലിയ അനുഭവം പ്രിയ മക്കൾക്ക് ലഭിക്കുവാൻ കർത്താവേ നിങ്ങളെ ആക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പോരായ്മകളും ഒന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി തീരുവാൻ ദൈവമേ നിങ്ങളുടെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടുതൽ ജീവിതം സമർപ്പിക്കപ്പെടുവാൻ, നിങ്ങളുടെ പരീക്ഷണങ്ങളെ കൂടുതൽ വിജയത്തോടുകൂടെ മുന്നേറുവാൻ ഞങ്ങളെ നിങ്ങളുടെ ആക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ.